ഡോക്ടർ ഷിജു ഖാൻ ഇവിടെ തരൂർ കോൺഗ്രസ് വിടുമോ, വിട്ടെങ്കിൽ മറ്റ് പാർട്ടിയിലേക്ക് ഏതിലേക്കാണ്, രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ നിലപാടിൽ എന്ന കാര്യമൊക്കെ വ്യക്തമാണ്. പക്ഷേ ഇവിടെ പ്രകടമായി തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായല്ല, അക്കാഡമിക്കലി തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ ഒരു മുതലാളിത്ത പക്ഷപാതിയായ ഒരു മുതലാളിത്ത വക്താവായ തരം കിട്ടുമ്പോഴൊക്കെ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തെ അങ്ങേയറ്റം പരിഹസിക്കുന്ന, അക്കാഡമിക്കലി പരിഹസിക്കുന്ന തരൂരിനെ എന്ത് കണ്ടിട്ടാണ് നിങ്ങളുടെ നേതാക്കൾ വാനോളം ഇങ്ങനെ പുകഴ്ത്തുന്നത് ശ്രീ ഷിജു ഖാൻ? ശ്രീ ഹാഷ്മി, ഡോക്ടർ ശശി തരൂരിനെ ഞാനും ഹാഷ്മിയും ഒക്കെ ശ്രദ്ധിക്കുന്നത് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്ന നാൾ മുതലല്ല. അതിനും ദീർഘകാലം മുമ്പ് തന്നെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും ഒരു ഇൻ്റലക്ച്വൽ എന്ന നിലയിലും ലോകാനുഭവങ്ങൾ സ്വായത്തമാക്കിയ വ്യക്തിത്വം എന്ന നിലയിലും നമ്മളൊക്കെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. രാഷ്ട്രീയമായി വളരെ ശക്തമായ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോഴും അദ്ദേഹത്തിൻ്റെ ലോകാനുഭവങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സമൂഹം മുന്നോട്ട് പോയിട്ടുള്ളത്. അദ്ദേഹം എഴുത്തുകാരനും ഒരു ഡിപ്ലോമാറ്റുമായി ഒക്കെ ആയിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്ന് വരുന്ന നാളിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രായോഗിക രാഷ്ട്രീയ അനുഭവമൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് നേരത്തെ പറഞ്ഞ പാർലമെൻ്ററി ചുമതലകൾ വഹിച്ചു, കേന്ദ്ര മന്ത്രിസ്ഥാനം വഹിച്ചു, നിരവധി ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചു, വികസന വിഷയങ്ങളെ സംബന്ധിച്ച് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. അങ്ങനെ നിരന്തരമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലിലൂടെയാണ് ഡോക്ടർ ശശി തരൂർ എന്ന വ്യക്തി ഈ സജീവ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അദ്ദേഹത്തെ എഴുത്തുകാരനും ഇൻ്റലക്ച്വലുമായിട്ട് മാത്രമല്ല കാണേണ്ടി വരുന്നത്. കോൺഗ്രസിൻ്റെ AICCയുടെ പരമോന്നത പദവിയായ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിക്കുകയും നിരവധി വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ക്യാൻവാസിൽ നിന്ന് മാത്രമല്ല ഡോക്ടർ ശശി തരൂരിനെ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ക്യാൻവാസിൽ നിന്നുകൊണ്ടാണ്. ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹവുമായി സംവദിക്കുമ്പോൾ തന്നെ ആ ഇന്ത്യൻ ക്യാൻവാസിൽ നിന്നുകൊണ്ട് അദ്ദേഹം AICCയുടെ പ്രസിഡൻ്റായി മത്സരിക്കുകയും പിന്നീട് അദ്ദേഹം AICCയുടെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെയുള്ള ഡോക്ടർ ശശി തരൂർ വികസന വിഷയങ്ങളിൽ പ്രത്യേകിച്ചും കേരളത്തിന് സമീപകാലത്ത് ഉണ്ടായതെങ്കിലും വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കേരളം ആർജിച്ച വികസന നേട്ടങ്ങൾ, അതിൻ്റെ അന്തർദേശീയ മാനങ്ങൾ, അതിൻ്റെ ദേശീയ പ്രാധാന്യം ഇതദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എടുത്ത സമീപനം ജനാധിപത്യപരമാണോ? അദ്ദേഹം രാഷ്ട്രീയ വിഷയത്തിലെ നിലപാട് ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് വിരുദ്ധമായി അഭിപ്രായമൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിന് നിലപാട് സ്വീകരിക്കാം. പക്ഷേ ഇതങ്ങനെയല്ല ഹാഷ്മി. കേരളം ഏതെങ്കിലുമൊക്കെ വികസന സൂചികകളിൽ മുന്നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് LDFൻ്റെ മാത്രം ഒരു അവകാശവാദമാണോ? അത് ലോകത്തെ പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്റെ ചോദ്യം ശരിയാണ്. ഇപ്പൊ കേരളത്തെ പറ്റി നല്ലത് പറഞ്ഞാൽ നല്ലതാണെന്ന് എല്ലാവരും പറയും. പക്ഷെ പ്രശ്നം എന്താണ്? ഇവിടെ AK ബാലൻ പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു പൂർത്തിയാവും. അല്ല, താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ തരൂരിന്റെ ആദ്യ ഭാഗത്തിൽ വിശദമായി ചർച്ച ചെയ്ത് വിട്ടുകൊണ്ടാണ് ഇടപെടുന്നത്. പറഞ്ഞോളൂ. ഹാഷ്മി, അതൊക്കെ നമ്മുടെ ആങ്കർമാർ ഒരു വിഷയത്തിൽ ചർച്ചയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ അന്ന് ചർച്ച ചെയ്താണെന്ന് പറയാറുണ്ട്. ശശി തരൂരിൻ്റെ ഒരു വിഷയം രൂപപ്പെടുന്നത് ശൂന്യതയിൽ ഇന്ന് പൊട്ടിമുളച്ചതല്ല, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾ കേരളയിലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ നിലപാട് പരിശോധിക്കുക. അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി കണ്ണൂരിൽ CPIM വിളിക്കുമ്പോൾ അതിൽ കോൺഗ്രസ് എടുത്ത നിലപാട് പരിശോധിക്കുക. അങ്ങനെ തുടർച്ചയായ ഒരു സാഹചര്യം ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസിലെ പ്രതികരണം അതുകൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അദ്ദേഹം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനൊരു മഹാനാണെന്നും ഞാൻ ഇതിനൊക്കെ അർഹനാണെന്നും എനിക്ക് അപ്പുറം ആരുമില്ല, അങ്ങനെയല്ല ആ ലേഖനത്തിൻ്റെ കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തെ വേണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചറിയുന്നില്ലെങ്കിൽ, അദ്ദേഹം അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് വഴികളുണ്ട് എന്ന് ഡോക്ടർ ശശി തരൂരിന് പറയാൻ അർഹതയില്ലേ? അർഹതയുള്ള ആളാണ്. ഇവിടെ EP ജയരാജൻ
ഇവിടെ ഇ പി ജയരാജൻ എ കെ അതെ, ബാലൻ ഞാൻ അതിലേക്ക് വാനോളം പുകഴ്ത്തുകയാണ്. കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയാണ് ഞാൻ എന്ന് എ കെ ബാലൻ ഞാൻ പറഞ്ഞോട്ടെ. പറയുകയാണ്. വിപ്ലവകാരിയാണ് എന്ന് എ കെ ബാലൻ പറയുകയാണ്. അതല്ല. ഒരുപാട് വായിക്കുന്ന ഒരുപാട് മഹാനാണെന്ന് ഇ പി ജയരാജൻ പറയുകയാണ്. രാഷ്ട്രീയ അനാഥത്വം ഉണ്ടാവില്ല എന്ന് തോമസ് ഐസക് പറയുകയാണ്. ശ്രീ ഷിജു ഖാൻ ആരെ പറ്റിയാണ് ഈ പറയുന്നത്? തരൂരിനെ പറ്റിയാണ്. തരൂർ നിങ്ങളെ പറ്റി പറഞ്ഞ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ കമ്മ്യൂണിസ്റ്റ് ഇൻ കേരള ലൈക്ക് ദർ കൗണ്ടർ പാർട്സ് ഇൻ വെസ്റ്റ് ബംഗാൾ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെഞ്ചുറി understood that the path to growth and prosperity for their people lies in capitalism, entrepreneurship and initiative, not in red flags, strikes and agitations. There is a perception that this attitude only holds when they are in government and they will return to their bad old ways if they lose the next state election 2026 എന്ന് പറഞ്ഞാൽ ചെങ്കൊടി പിടിച്ച് സമരം ചെയ്ത് നാടിനെ നശിപ്പിക്കുന്നതല്ല ഗുണകരം, മുതലാളിത്തത്തിന്റെ വഴിയാണ് ഗംഭീരം എന്ന് CPM തിരിച്ചറിഞ്ഞു എന്ന് നിങ്ങളുടെ അടിസ്ഥാന പ്രത്യയശാസ്ത്രത്തിന്റെ കടക്കൽ വെട്ടിയ നേതാവ് ഗംഭീര നേതാവാണ് വിപ്ലവകാരിയാന്ന് എ കെ ബാലൻ പറയുക. എന്ത് ദാരിദ്ര്യമാണ്, എന്ത് ആശയ ദാരിദ്ര്യമാണ് പറയുന്നത് ഷിജു ഖാൻ? അത് ഒന്ന് കേൾക്കൂ. ഞാൻ പറഞ്ഞ് തീർക്കുന്നത് വരെ അങ്ങൊരു സമയം തരണം. കാരണം അങ്ങക്ക് എന്തോ ശശി തരൂരിനോട് പ്രത്യേക വൈരാഗ്യം ഉള്ളതുപോലെ എനിക്ക് തോന്നുകയാണ്. മറ്റാരും പറയാത്ത വിധം അതിവൈകാരികമായി അങ്ങയുടെ തുടക്കവും ഞാൻ കേട്ടു, അങ്ങയുടെ ചോദ്യവും ഞാൻ കേട്ടു. ഒരു കമ്മ്യൂണിസത്തെ സംബന്ധിച്ച ഒരു ഐഡിയോളജിക്കൽ ചർച്ച നടത്താനോ സംവാദം നടത്താനോ വിമർശനം നടത്താനോ ഡോക്ടർ ശശി തരൂര് പാടില്ല എന്ന് വാദം നമുക്ക് ഉന്നയിക്കാൻ പറ്റുമോ? ഒരു അക്കാഡമീഷ്യൻ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ ശശി തരൂരിനെ പിന്നെ അംഗീകരിക്കാൻ കഴിയില്ല. മുതലാളിത്തത്തിന്റെ പതാകവാഹകൻ, കമ്മ്യൂണിസം പരിഹാസ്യമാണെന്ന് തുറന്നെഴുതുന്ന ഒരാൾ, അതൊക്കെ ഉണ്ടാകും. ഇങ്ങനെ അരാഷ്ട്രീയവാദിയാവല്ലേ ഷിജു ഖാൻ? ഇങ്ങനെ അരാഷ്ട്രീയവാദിയാവല്ലേ? മുതലാളിത്തത്തിന്റെ പതാകവാഹകൻ, കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം പരിഹസിക്കപ്പെടേണ്ട ആശയമാണ്. ചെങ്കൊടി പിടിക്കൽ ഒരൊറ്റ മിനിറ്റ് ചെങ്കൊടി പിടിക്കൽ, സമരം, ഈ പറയുന്ന രീതിയിൽ തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന് വേണ്ടിയുള്ള ഉയർത്തെഴുന്നേൽപ്പുകൾ, ഇതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്. ഇതൊക്കെ മാറ്റിവെക്കുന്നതാണ് വികസനം എന്ന് ധരിച്ചു വശായ ഒരു മഹാൻ നിങ്ങളുടെ എ കെ ബാലൻ വിപ്ലവകാരിയാണോ ഷിജു ഖാൻ? ഏതർത്ഥത്തിൽ വിപ്ലവകാരി? അല്ല, ഒന്ന് ഹാഷ്മി, നമ്മൾ കുറേ കാലമായി പരസ്പരം ചർച്ച നടത്തിയിട്ട് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വൈകാരികമായി തുടരാം. എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. അല്ല, പറയൂ. കമ്മ്യൂണിസം എന്ന ആശയത്തെ അങ്ങേയറ്റം പരിഹസിക്കുന്ന, അക്കാഡമിക്കലി അത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എങ്ങനെയാണ് എ കെ ബാലൻ വിപ്ലവകാരിയാവുന്നത് ഷിജു ഖാൻ? താങ്കൾ പറഞ്ഞു, ഞാൻ ഇടപെടില്ല. ഹാഷ്മി പലവട്ടം പറഞ്ഞതും ഒറ്റ കാര്യമാണ്. ഹാഷ്മി പലവട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് ഒരു വട്ടം പറഞ്ഞാൽ തന്നെ മനസ്സിലാവും ഹാഷ്മി. ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസത്തെ സംബന്ധിച്ച് ഒരു വിമർശനം ഉന്നയിച്ചാൽ അയാളുടെ തല വെട്ടിക്കളയണം എന്നൊരു നിലപാടൊന്നും ഞങ്ങൾക്കില്ല. പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ചോ ഒന്ന് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാനൊന്ന് ഇതൊരു ശരിയായ സംവാദ രീതി അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളെപ്പോലുള്ള അവതാരകരോട് അക്കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. എനിക്ക് പറഞ്ഞു തീർക്കാൻ 1 മിനിറ്റെങ്കിലും തരുമെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ അങ്ങക്ക് തുടരാം. തരൂർ വിപ്ലവകാരിയാണോ ഷിജു ഖാൻ? അല്ല ഹാഷ്മി, ഞാൻ പറഞ്ഞത് ഹാഷ്മി ചർച്ചയുടെ തുടക്കം മുതൽ ഒരു കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മറുപടി കേൾക്കൂ ഹാഷ്മി. നമ്മൾ എത്ര വർഷമായി പരസ്പരം ചർച്ച ചെയ്യണം, ഒന്ന് സഹിഷ്ണുതയോടെ കേൾക്കൂ. ഞാൻ പറഞ്ഞത്, ഒരാളെ സംബന്ധിച്ച് അയാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ, ഒരു ലേഖനം എഴുതിയാൽ, അയാളുടെ ജീവിതകാലം മുഴുവൻ അയാൾ നശിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. അദ്ദേഹം കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞ അഭിപ്രായം എന്താ ഹാഷ്മിക്ക് മറന്നുപോയത്? കേരളത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അന്തർദേശീയ തലത്തിൽ കേരളം പരിഗണിക്കപ്പെടുന്നു, കേരളം ആദരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതുകൂടെ ഒന്ന് വായിച്ചു കൊടുക്ക്. ഞാൻ അത് പറഞ്ഞു 3-4 ദിവസമല്ലോ പറയുന്നത്. ഞാൻ ആ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് തരൂർ പറയുന്ന ഡേറ്റ ശരിയാണെങ്കിൽ നല്ല കാര്യമാണ്. പിന്നെ ഒറ്റ മിനിറ്റ്, ഈസ് ഓഫ് ഡൂയിങ് എന്നൊക്കെ പറയുന്ന പരിപാടി ഈ ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെ ഉഡായിപ്പാണ്. അത് ഈ മുതലാളിത്തത്തിന് ഈ പറയുന്ന എല്ലാവിധ സാധനങ്ങളും വെച്ചു കൊടുക്കാൻ വേണ്ടി മോഡി ഉണ്ടാക്കുന്ന ഉഡായിപ്പാണെന്ന് പറഞ്ഞ സീതാറാം യെച്ചൂരിയ കേട്ടോ. CPM ഒഫീഷ്യൽ നിലപാടാണ് കേട്ടോ. പീപ്പിൾസ് ഡെമോക്രസിയിൽ ഈസ് ഓഫ് ഡൂയിങ്ങിനെ പറ്റിയുള്ള ഒരുപാട് ലേഖനം ഞാൻ അയച്ചു തരാം കേട്ടോ. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. എന്റെ ചോദ്യം അതല്ല ഷിജു ഖാൻ, എന്റെ ചോദ്യം അതല്ല. എന്ന് പറഞ്ഞാൽ നരേന്ദ്ര ഇതൊന്നും ഹാഷ്മി ചില ചർച്ചയിൽ പങ്കെടുക്കുന്നവരോട് ഞാനിതൊക്കെ അങ്ങ് അയച്ചു തരാം.
ഞാൻ അയച്ചുതരാം. ഹാഷ്മി ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതൊന്നും വായിക്കാതെ പോകുന്ന ആളോ സാമാന്യം വായന ഇല്ലാത്ത ആളോ അല്ല ഞാനെന്ന് ഹാഷ്മിക്ക് അറിയില്ലെങ്കിലും എന്നെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ അറിയാം. ഞാൻ സാമാന്യ ഭേദപ്പെട്ട് വായിക്കുന്ന ഒരാളാണ്. ഇത്തരത്തിൽ യെച്ചൂരി സഖാവ് പറഞ്ഞതാണെങ്കിലും പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്ന ലേഖനമാണെങ്കിലും അത് വെച്ച് ഹാഷ്മി നാളെ 1 മണിക്കൂർ ചർച്ച ചെയ്താൽ കൊണ്ടിരിക്കുന്നതിനിടെ ഞാൻ പറഞ്ഞ് സ്വയം ഒരു വീരവാദം അടിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല. ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു ഒന്നാന്തര മുതലാളിമാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് ലേഖനം ഇതാണെന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് പേടിക്കുന്ന ആളല്ല ഞാൻ. സാധാരണഗതി വായിക്കുന്ന ആളാണ്. അല്ല, പേടിക്കേണ്ട കാര്യം എന്താ? ഞാൻ പറയുന്നത് എന്താണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മുതലാളിത്ത പണിയാണ്. ആ നരേന്ദ്രമോദിയുടെ നിയോ ലിബറൽ മുതലാളിത്ത വർക്കിൽ തൊഴിലാളി വർഗത്തിനെ അടിച്ചമർത്താൻ ഉണ്ടാക്കിയ ഉടായ്പ പണിയാണ് എന്ന നിലപാട് സ്വീകരിച്ച പാർട്ടിയുടെ പേര് CPM എന്നാണ്. അപ്പൊ നിങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേന്ദ്ര സർക്കാരിന് അഭിമാനപ്പെടുന്ന മാറിയ കാലം പോട്ടെ, മാറിയ കാലം. എന്റെ ചോദ്യം അതായത് ടിപി ഷിജു ഖാൻ, കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെ അങ്ങേയറ്റം അവമതിച്ചു കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവ് മഹാനാണെന്ന് നിങ്ങളുടെ നേതാക്കൾ പറയണോ? നിങ്ങളുടെ നേതാക്കൾ തന്നെ അത് പറയണോ? ഇത് ഒരു ഈ ചോദ്യമല്ലേ ഹാഷ്മി ചർച്ച തുടക്കം മുതൽ 10 പ്രാവശ്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസത്തെ എതിർത്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചാലും ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ വിമർശിച്ചാലും ആ സംവാദം ഞങ്ങൾ തുടരുകയും ഡോക്ടർ ശശി തരൂർ വികസനത്തെ സംബന്ധിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. അദ്ദേഹം വികസനത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും അംഗീകരിച്ചാൽ, നിങ്ങൾ പണ്ടൊരു ലേഖനത്തിൽ 10ാമത്തെ വരിയിൽ 6ാമത്തെ വേർഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശശി തരൂർ അങ്ങ് അവസാനിക്കണം എന്ന് പറയുന്ന സാമാന്യ ആ ലേഖനം മാത്രം നിങ്ങളുമായിട്ട് എത്ര വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. 1000 വിഷയങ്ങളിൽ ഇത് പണ്ടെഴുതിയ ലേഖനമല്ല ഷിജു ഖാനെ, ഇത് പണ്ടെഴുതിയ ലേഖനമല്ല. കേരളത്തിന്റെ ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, കേരളത്തിന്റെ ഈ പറയുന്ന എക്കോസിസ്റ്റത്തെ വാഴ്ത്തുന്ന അതേ ലേഖനം അവസാനിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താ പറയുന്നത്? ഈ പറയുന്ന ചെങ്കൊടി, ഈ പറയുന്ന സമരങ്ങൾ, ഈ പറയുന്ന രീതിയിലുള്ള അജിറ്റേഷൻസ്, ഇതൊന്നുമല്ല വികസനത്തിന്റെ വഴി. വികസനത്തിന്റെ വഴി മുതലാളിത്തത്തിന്റെ വഴിയാണെന്ന് ഈ ഇടത് സർക്കാർ CPM തിരിച്ചറിഞ്ഞു. നല്ല കാര്യം. ഇനി ഇവർ അധികാരത്തിൽ നിന്ന് മാറുമ്പോൾ ഇവർ ഈ നിലപാട് മാറ്റി വീണ്ടും കൊടിയെടുക്കരുത് എന്ന് തരൂർ പറഞ്ഞ് അവസാനിപ്പിക്കും. അതേ ലേഖനമാണ്. ഹാഷ്മി ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾ ഈ മുതലാളിത്തത്തെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ ചില തെറ്റായ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ സോഷ്യലിസം വന്നിട്ടില്ല, കേരളത്തിൽ കമ്മ്യൂണിസം വന്നിട്ടില്ല. ഒരു മുതലാളിത്ത ലോക സാഹചര്യത്തിലും ഇന്ത്യയിൽ ഒരു തരം മുതലാളിത്ത താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റും അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളുമൊക്കെ ശക്തമായി വരുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളെ അണിനിരത്തി വികസന പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അക്കാര്യത്തിൽ ഞങ്ങളെ അംഗീകരിക്കുന്നവരും ഞങ്ങളെ ബഹുമാനിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചാൽ ഉടൻ ഞങ്ങൾ അത് പണ്ട് അദ്ദേഹം അല്ലെങ്കിൽ ഇന്ന് അദ്ദേഹം ഒരു വിമർശനം പറഞ്ഞതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച അനുകൂല നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നില്ല. ഇനി ശശി തരൂർ പറയുന്ന ഏത് കാര്യത്തിലും ഒരു സംവാദം ഈ രാജ്യത്തും ഈ ലോകത്തും സാധ്യമാണ്. ഹാഷ്മി 1000 പ്രാവശ്യം CPIM-നെ വിമർശിച്ചിട്ടില്ലേ? അങ്ങനെ വിമർശിച്ച ഹാഷ്മിയുമായിട്ട് തന്നെ എത്ര വിഷയങ്ങളിൽ ഞങ്ങൾ അഭിപ്രായ ഐക്യത്തിലേക്ക് വരുന്നു? ഞങ്ങൾ എത്ര വിഷയങ്ങളിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുന്നു?